വാ. ഞാൻ പല്ലിയച്ചില്ല. അയ്യോ, അത് കുഴപ്പമില്ല, നിനക്കത് പതിവില്ലല്ലോ. അമ്മേ ചുമ്മാ പറഞ്ഞതാണ്. മോളെ, ഞങ്ങൾക്കെല്ലാവർക്കും തന്നിട്ട് അങ്കിളിനും ഇവനൊന്നും കൊടുക്കാതിരിക്കരുത്. എന്തൊക്കെയായാലും ഈ വീട്ടിലെ അംഗങ്ങളല്ലേ. ആന്റി, പരിശുദ്ധമായ വെള്ളപ്പാല് കൊടുക്കുമ്പോ അത് കുടിക്കുന്നവർക്ക് മാത്രമല്ല, കൊടുക്കുന്നവർക്കും സന്തോഷം നിറഞ്ഞു തുളുമ്പി വരണം. എനിക്കതില്ല. കൺമുമ്പിലിരിക്കല്ലേ, ആവശ്യമുള്ളവരെടുത്ത് കുടിക്കട്ടെ. അമ്മായി, ഇനി ഞാനുണ്ടാക്കിയ ചായ എന്റെ ഭർത്താവിന്റെ മാമനൊക്കെ കൊടുക്കാലോ? വേണ്ട, ചാരുമോളുണ്ടാക്കിയ ചായ വേണ്ട. മേഡം തിളപ്പിച്ച പാല് മതി. ബാലമാമന് ശ്രേയ തിളപ്പിച്ച പാല് മതിയോ? മതി. മോളെ, ശത്രുക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്നറിയോ? അവരോട് നമ്മൾ ക്ഷമിക്കുന്നതാ. അത് മാത്രമല്ല, ഈ പാല് തിളപ്പിച്ചതിന്റെ ഐശ്വര്യൊക്കെ ആരുടെ കൈകളിലാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കൊള്ളാം.
ശാന്തപ്പ, ശ്രേയമോൾ ഇത്രയൊക്കെ നിങ്ങളോടും കല്യാണിയോടും കാണിച്ചിട്ടും കൂടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ശ്രേയമോൾ എന്റെ ചോരയല്ലെങ്കിലും എന്റെ മോള് തന്നെയാ. മോക്ക് വേണ്ടി ദേ എന്റെ ജീവൻ ഞാൻ കൊടുക്കും. എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുന്നുണ്ടല്ലോ. വാ അടക്ക. ആ രാജി, ശാന്തപ്പ വാ. ആ ഹേമേ, അത് രാവിലെ തന്നെ എത്തിയല്ലോ ഷാപ്പ് നിറങ്ങി. എന്താണാവോ കാര്യം? മാഷേ, എന്ത് വേണേലും പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ വന്നതേ എന്റെ മോക്ക് ചില ചടങ്ങുകളുണ്ടല്ലോ, അത് നടത്താൻ വേണ്ടിയാ. ആര്? നീയോ? നിന്റെ ചടങ്ങുകൾ മുഴുവൻ അങ്ങ് ഷാപ്പിലല്ലേ? ഇതേ ആയിരപ്പുറ തറവാടാ. അതെ, ആയിരപ്പുറ തറവാടാ. പക്ഷേ ഇതിപ്പോ എന്റെ ദത്തുപുത്രിയുടെ വീട് കൂടിയാ. മോളെ കാണാനെന്ന് പറഞ്ഞ് കേറി വന്നിരിക്കുന്ന എന്തിനാ? ഹേമടത്തി, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 3 ദിവസം പെണ്ണിന്റെ വീട്ടിലെ ആദ്യ രാത്രിയും 2ാം രാത്രിയും 3ാം രാത്രിയും ഒക്കെ. പക്ഷേ വലതുകാലം വെച്ച് ഇവിടേക്ക് കയറിയ എന്റെ മോക്ക് ഇന്നലെ അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതിനു പകരം ദേ ഇപ്പോ ശാന്തപ്പനെ ചോദ്യം ചെയ്യാൻ ഇവളാരാ? ഇവളാരുമല്ല, എനിക്കറിയാം. എന്നാലേ ഇവക്ക് ധൈര്യം കൊടുക്കുന്ന ഒരാൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. മാഷേ, മരുമോനെയും എന്റെ സ്വന്തം മോളെയും മാഡത്തിന്റെ വീട്ടിലേക്ക് വിരുന്നിന് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ ഞങ്ങള്. ആര്? നീയോ? വിരുന്നിന് 5 or 10 തടയാനുള്ള വഴി നോക്കി നടക്കല്ലേ നീ? സ്വന്തം മകൾക്ക് വിരുന്ന് കൊടുക്കാത്തവൻ കണ്ടവന്റെ കൊച്ചിന് വിരുന്ന് കൊടുക്കാൻ നടക്കുന്നു. നാണം കേട്ടോ. മാഷേ, കണ്ടവന്റെ മോളെന്ന് പറയരുത്. അവളിപ്പോ ഈ വീട്ടിലെ മരുമകളാ. കുറച്ച് സംസ്കാരത്തോടെ സംസാരിക്കണം. സംസ്കാരം എന്താണെന്നറിയാത്തവരോട് രാജി സംസാരിച്ചോണ്ടിരിക്കുന്നേ. സംസ്കാരമുള്ളവനാണല്ലോ ഈ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ഇവനെ പഠിക്കാം സംസ്കാരം എന്താണെന്ന്.